കാലത്തിനൊപ്പം അഭിമാനത്തോടെ സഞ്ജു ഫാഷൻ SBT ജംഗ്ഷൻ, ശ്രീകൃഷ്ണപുരം, പാലക്കാട്. വയനാട് ദുരന്ത മേഖലയിൽ ട്രോമ കെയർ സന്നദ്ധ പ്രവർത്തകരെത്തി. ശ്രീകൃഷ്ണപുരം ട്രോമ കെയർ യൂണിറ്റിലെ 12 പേരടങ്ങുന്ന സംഘം വയനാട് ഉരുൾപൊട്ടൽ നടന്ന മേഖലയിൽ സന്നദ്ധ പ്രവർത്തനം നടത്തി. കഴിഞ്ഞ ദിവസം രാത്രിയോട് കൂടിയാണ് 12 അംഗ ട്രോമ കെയർ സംഘം കരിമ്പുഴയിൽ നിന്നും വയനാട്ടിലെത്തിയത്. ഞായറാഴ്ച രാവിലെ മുതൽ സന്നദ്ധ പ്രവർത്തകർ 400ഓളം വീടുകൾ നാമാവശേഷമായ മുണ്ടക്കൈയിലെയും ചൂരൽമലയിലും പുഞ്ചിരിമേടിലെയും അവശിഷ്ടങ്ങൾക്കിടയിൽ തിരച്ചിൽ പ്രവർത്തനത്തിലാണ് ഏർപ്പെട്ടിരിക്കുന്നത്. 2 ആഴ്ചയായി വയനാട്ടിൽ പ്രവർത്തനം നടത്തുന്ന ട്രോമ കെയർ സംസ്ഥാന നേതൃത്വത്തിന്റെ നിർദ്ദേശപ്രകാരമാണ് രക്ഷാപ്രവർത്തനത്തിനായി ട്രോമ കെയർ വയനാട്ടിലേക്ക് യാത്ര തിരിച്ചത്. നിലവിൽ വയനാട്ടിലെയും മലപ്പുറത്തെയും ട്രോമ കെയർ യൂണിറ്റ് ദുരന്തഭൂമിയിൽ സജ്ജരായി രക്ഷാപ്രവർത്തനം നടത്തിവരുന്നു. ശ്രീകൃഷ്ണപുരം യൂണിറ്റിലെ മണി ശ്രീലക്ഷ്മി, ഷാഫി കുലിക്കിളിയാട്, രാജു കരിമ്പുഴ, സുരേഷ് കൂടിക്കാവ്, സിദ്ദിഖ് കരിപ്പമണ്ണ, ഷൗക്കത്ത് കരിപ്പമണ്ണ, രാജൻ കുലിക്കിളിയാട്, അലി, റഷീദ്, രഞ്ജിത്ത്, സുന്ദരൻ എന്നിവരുടെ സംഘമാണ് പ്രവർത്തനം നടത്തുന്നത്. നമസ്കാരം. കഴിഞ്ഞ 30-ാം തീയതി വയനാട്ടിലെ ഉരുൾപൊട്ടലിലായ അപകട സ്ഥലത്തേക്ക് പാലക്കാട് ജില്ലാ ട്രോമ കെയർ ശ്രീകൃഷ്ണപുരം സ്റ്റേഷൻ യൂണിറ്റ് ആണ് എത്തിയിട്ടുള്ളത്. ഞങ്ങളൊരു ദിവസത്തെ തെരച്ചിലിന് വേണ്ടി വന്നതാണ്. ഇതുവരെ വയനാട്, അതേമാതിരി മലപ്പുറം, കോഴിക്കോടുള്ള ടീമുകളാണ് ഇവിടെ വർക്ക് ചെയ്തിരുന്നത്. ഇവിടെ ഒരു A1 റിസോർട്ട് പറഞ്ഞ വലിയ റിസോർട്ട് ഉണ്ടായിരുന്നു എന്നുള്ളത് നമുക്കത് ഊഹിക്കാൻ കൂടി പറ്റില്ല. കാരണം അത് മൊത്തം പുഴയായിട്ടാണ് തിരിഞ്ഞ് കിടക്കുകയാണ്. നമുക്ക് എല്ലാ ഗവൺമെൻറ് സംവിധാനങ്ങളും നമ്മളെ ക്ഷണിച്ച പ്രകാരമാണ് നമ്മളെ ശ്രീകൃഷ്ണപുരം സ്റ്റേഷൻ യൂണിറ്റ് വന്നിട്ടുള്ളത്. എന്നാൽ ഇനിയും തെരച്ചിൽ തുടരുക തന്നെ ചെയ്യും.